ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കമൻറ്റിൽ പറയാൻ പറഞ്ഞു ഇനി അടുത്ത എപ്പിസോഡ് ഇടണമെങ്കിൽ. ഇപ്പോൾ ഗൈസ്, നമ്മൾ ലക്കി ബ്ലോക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗൈസ്, ലക്കി ബ്ലോക്ക് കുറേ പ്രോഗ്രസ്സൊക്കെ ചെയ്ത് തീർത്തിക്കണേ, എന്നാലും ചെറിയൊരു ഡൗട്ടില്ലായ്മയില്ല. ചെസ്റ്റ് മൊത്തം ഫുള്ളാണ് ഗൈസ്. കാട്ട് രക്ഷയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, നമ്മള് റെയില് വെച്ചാണ്ട് റെയിലിൻ്റെ ഒരു ചെസ്റ്റ് വെക്കാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് ഒക്കെ കാട്ടുമൊന്നും അറിയില്ല, കാരണം അത്രയും നല്ല കണ്ടോ, ഇങ്ങനെ ആട്ടി വെക്കേണ്ടി വരും. നമ്മളെ ഇൻവെന്ററി ആകെ നിറഞ്ഞിക്കണ് ഗൈസ്. ഉണ്ടോ, ഇങ്ങനെ വെച്ചാണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്താ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തേക്കാം. കുറെ വാൾ കിട്ടി ഗൈസ്. അതില് ഒരു പവറിലൊരു വാള് ഞാൻ കാണിച്ചിരുന്നില്ല, ഇതാണ്. ഇതെന്നാ ഹെൽത്ത് ഇൻവേഷൻ, കുറച്ച് ഹെൽത്ത് എക്സ്ട്രാ കിട്ടും ചെയ്യും. നൈറ്റ് വിഷൻ പോഷൻ കുടിച്ച മാതിരിയാവും ചെയ്യും. മാത്രല്ല ഫയർ ആസ്പെക്റ്റിന്റെ പോഷൻ കുടിച്ച മാതിരിയാവും. ജമ്പും ബൂസ്റ്റർ കണ്ടോ, ഇത്രയും നല്ല പവർഫുൾ സോഡാണ് ഗൈസ്. പിന്നെ ഇതാ ഫയർ ആസ്പെക്റ്റിന്റെ സോഡ്, ഇതാ കുറച്ച് സോഡകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന്. ഇതും അതേമാതിരി തന്നെയാണ്. പിന്നെ ഇതാണ്, ഇതും അതേമാതിരി തന്നെയാണ് ഏകദേശം. ഡ്രാഗനെ കൊല്ലാൻ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആവും ഗൈസ്. പിന്നെ ബോ ഇട്ടിന്, ബോ എങ്ങനെ യൂസ് ചെയ്യല് അറിയില്ല. പിന്നെ ഗൈസ്, ബോയൊക്കെ കുറെ ഉണ്ടെന്നാലും. പിന്നെ ഒരു എലേറ്റർ കിട്ടീന് ഗൈസ്. അതേമാതിരി ലക്കി ബ്ലോക്കിന്ന് ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന അങ്ങനെ ഒരു കിട്ടലാണ് എലേറ്റർ. ഇനി ഗൈസ്, ഇനി നമ്മള് എന്താ പറയാ, റോക്കറ്റും കൂടി ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് ഈ വേൾഡ് ഒന്ന് ചുറ്റണം. പ്ലാന് കുറെ ഉണ്ട് ഗൈസ്. അയൺ കണ്ടോ, അയൺ കിട്ടി. നമ്മൾ ഈ വേൾഡ് ഒന്ന് പവർഫുൾ ആക്കാൻ പോവുകയാണ്. നെതറൈറ്റിന്റെ ഹെൽമെറ്റ് കിട്ടി ഗൈസ്, ധരിക്കാം. ഹെൽമെറ്റ് എൻ്റെ അടുത്ത് ഒന്ന് നെതറൈറ്റ് ഉണ്ട് ഗൈസ്. എന്തു ചെയ്യാനാ, ഒക്കെ മറന്നു പോകുന്നു. പിന്നെ അതേമാതിരി ഇതാ ഒരു ചെസ്റ്റ് എക്സ്ട്രാ കിട്ടീന്. ഈ ചെസ്റ്റ് നമുക്ക് നല്ല ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ട്രാപ്ഡ് ചെസ്റ്റ് ആണ്. ഈ ഭാഗത്ത് വെച്ചാൽ രണ്ടെണ്ണം ആവില്ലേ? ഇല്ലല്ലേ, ട്രാപ്പിങ് ചെയ്യാനുള്ള ചെസ്റ്റുകളാണ്. പിന്നെ ഗൈസ്, നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനത്തെ ബ്ലോക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആവും ഗൈസ്. ഓ, ഗോൾഡൻ ക്യാരറ്റ് കിട്ടി. ഓ, ഒരു റോക്കറ്റ് കിട്ടി ഗൈസ്. ഒരു റോക്കറ്റ് ഇട്ടെത്തും കാട്ടാൻ പോകുന്നില്ല, എന്നാലും ഒരു റോക്കറ്റ് കിട്ടി ഗൈസ്. അതന്നെ ഉണ്ടോ, എന്നിട്ട് ഇങ്ങനെ സ്ലാബ് ഉണ്ടാക്കുക. ഒരു ലാവ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട്, അല്ലെ ലാവ വെള്ളമൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് ഒരു മോബ് ഫാർം ഉണ്ടാക്കാൻ. ഇപ്പം അതൊന്നും കയ്യിലില്ല, കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എപ്പിസോഡിൽ തന്നെ, എന്ന് വെച്ചാൽ കൈനേക്കുള്ളൊരു എപ്പിസോഡിൽ തന്നെ കഴിച്ചു. അപ്പം നമ്മൾ മോബ് ഫാർം ഉണ്ടാക്കും. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ കിട്ടി. കോപ്പറൊക്കെ കിട്ടുന്നുണ്ട് കഴിച്ചു. ഇപ്പോൾ ഉപകാരം ഉണ്ടാവും കോപ്പറേറ്റ് ഒക്കെ. കുറെ സാധനങ്ങളൊക്കെ കിട്ടിയാണ്. പിന്നെ നമ്മൾ ഈ ചെസ്റ്റിക്ക് ഇതൊക്കെ ഇടുന്നുണ്ട്, കാരണം അത് ഇൻവെന്ററി നിറഞ്ഞിരിക്കണ ഒരു ഈറടിച്ചണ സംഭവമാണ് ഗൈസ്. ഓ, നെഞ്ചാൻറ്റിക് ടാബിൾ കിട്ടിയാണ് ഗൈസ്, അത്യാവശ്യമാണ്. നമുക്ക് നമ്മളെ പവറൊക്കെ കൂട്ടാം. ആദ്യം ഒരു മോബ് ഫാർം ഉണ്ടാക്കണം, അതിനുള്ള ലാവ കിട്ടണം. കുറെ പണിയുണ്ട് ഗൈസ്. ഇനി വാളിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം വാള ഏകദേശം അടിപൊളി വാളുകളൊക്കെ കഴിക്കണേ. നമുക്ക് ഓരോ പവർഫുൾ വാളുകളൊക്കെ കഴിക്കണേ. പിന്നെ ഗൈസ്, നിങ്ങൾ കരുതുണ്ടാവും നമ്മളെ ഇതോടെയാണ് സ്ട്രോങ് ഹോൾഡ്, ബാക്കിൽ തന്നെ ഉണ്ട് ഗൈസ്. ഉണ്ടോ, സ്ട്രോങ് ഹോൾഡ് അല്ല ഇപ്പം അതിന് പറയാം. എത്താനാവോ, അതുണ്ട് ഗൈസ് അവിടെ. ഇപ്പൊ ഗൈസ്
നമ്മൾ വീഡിയോ ഇടണം വെച്ചപ്പോൾ ഒരു ബ്രോ എന്ന് പറഞ്ഞ് വീഡിയോ ഇടണം എന്ന് ആയിട്ടാണ് ഗൈസ് രണ്ടാമത്തെ എപ്പിസോഡ് എടുത്തത് തന്നെ. ഓ അയണിൻ്റെ ബ്ലോക്ക് കിട്ടി ഗൈസ്. മിക്കവാറും ഞാൻ അയൺ ആർമറിന് എത്തും. ഓ മൈ ഗോഡ്, ബെഡ് റോക്ക് ഒക്കെ കിട്ടിയിട്ട് ഗൈസ്. ബെഡ് റോക്ക് ഉണ്ട് ഗൈസ്, കണ്ടോ ബെഡ് റോക്ക് ഗൈസ്. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേന് ഞാൻ എങ്ങനെയെങ്കിലും ലാവ കിട്ടുമോ നോക്കാം. ലാവ കിട്ടുകയാണെങ്കിൽ ഒരു കൊബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയാണ്ട് നിൽക്കാം. അതിൻ്റെ പിറ്റത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു ഇത് തുടങ്ങാം. എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറ്റത്തെ എപ്പിസോഡിൽ നമുക്കൊരു മോബ് ഫാർം തുടങ്ങണം. ഈ എപ്പിസോഡ് നമുക്ക് സ്ട്രോങ് ഹോൾഡൊന്നും കണ്ടുപിടിച്ചേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഗൈസ്. അത് നമ്മളെടുത്ത് തന്നെ ഉണ്ട്. ഒരു മോബ് ഫാർം ഉണ്ടാക്കണം. ലെവൽ വെച്ചിട്ട് വേണം നമുക്ക് കുറേ സംഭവങ്ങൾ എടുക്കാൻ. ലെവൽ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഓരോ ഇത്. അപ്പോൾ ഗൈസ് ഇപ്പം ഏതായാലും നമുക്ക് മറ്റേത് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ശൽക്കർ ബോക്സ് കിട്ടീന്. അതിക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് നമ്മളെ എൻഡർ ചെസ്റ്റിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് എൻഡർ ചെസ്റ്റും കിട്ടി ഗൈസ്. അതല്ലേ അത്ഭുതം. അപ്പോൾ ഗൈസ് ഈ എൻഡർ ചെസ്റ്റിക്ക് നമ്മളെ ഈ ശൽക്കർ ബോക്സ് ഒക്കെ വെക്കണം. പിന്നെ നമ്മൾ ഈ ശൽക്കർ ബോക്സ് മാത്രമല്ല നമ്മളെ ഈ ടൂൾസ്, നമ്മളെ പവർ ഓഫ് ദ ടൂൾസുകളൊക്കെ വെക്കുന്നുണ്ട്. കാരണം അതാണ് നല്ല അടിപൊളി ടൂൾസ്. ഓ അതിൻ്റെ പവറൊക്കെ നോക്കി ഞാൻ കാണിച്ചു തന്നില്ലേ. ഓരോന്നിനും ഓരോ പവേഴ്സാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു ലാവ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതോളം ഇവിടെ നിന്നാണ്ട് മൈൻഡ് ചെയ്ത് ഈ ലക്കി ബ്ലോക്കിൽ നിന്ന് ഒരു ലാവയും വാട്ടറും കണ്ടെത്താൻ നോക്കാം. എന്നിട്ടൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ.